അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1380, സൂറത്ത് യൂസുഫ് 36 മുതൽ 40 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദഖല മഅഹു السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر أن لا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. വദഖല മഅഹു السجن فتيان. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ 2 യുവാക്കൾ ജയിലിൽ പ്രവേശിച്ചു. ഖാല അഹദുഹുമാ, ആ രണ്ടിൽ ഒരാൾ പറഞ്ഞു, ഇന്നി അറാനി അഅസിറു ഖംറ, ഞാൻ മുന്തിരി ചാറ് വീഞ്ഞെടുക്കുന്നതായിട്ട് വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പറഞ്ഞാൽ മുന്തിരി പിഴിഞ്ഞ് കള്ളുണ്ടാക്കുന്നതായിട്ട് കണ്ടു എന്നർത്ഥം. സ്വപ്നം കണ്ടു. വഖാലൽ ആഖറു, മറ്റേയാൾ പറഞ്ഞു, ഇന്നി അറാനി, ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടത്, അഹ്മിലു ഫൗഖ റഅസി ഖുബ്സ, ഞാൻ എന്റെ തലയിൽ റൊട്ടി ചുമന്ന് നടക്കുന്നു. തഅകുലു ത്വയ്റു മിൻഹു, പക്ഷി അതിൽ നിന്ന് വന്ന് തിന്നുകയും ചെയ്യുന്നു. തലയിൽ റൊട്ടി എടുത്തുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ അതിൽ നിന്ന് പക്ഷി വന്ന് തിന്നുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. നബ്ബിഅനാ ബിതഅവീലിഹി, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അങ്ങ് ഞങ്ങൾക്ക് വിവരിച്ചു തരണം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിശ്ചയം നിങ്ങളെ ഞങ്ങൾ കാണുന്നത് നന്മ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിട്ടാണ്. ഖാല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ലാ യഅ്തീകുമാ തആമുൻ തുർസഖാനിഹി, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണം നിങ്ങൾക്ക് വരികയില്ല. ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅവീലിഹി, അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ, ഖബ്ല യഅ്തിയകുമാ, അത് നിങ്ങളുടെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ. ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, അതെന്റെ നാഥൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിജ്ഞാനത്തിൽപ്പെട്ടതാകുന്നു. ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ, കാരണം ഞാൻ ഒരു വിഭാഗത്തിന്റെ മതം ഉപേക്ഷിച്ചവനാണ്. ലാ യുഅ്മിനൂന ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തൊരു വിഭാഗത്തിന്റെ മതം, അത് ഒഴിവാക്കിയ ആളാണ് ഞാൻ. വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, അവരാവട്ടെ പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നവരും ആണ്. അങ്ങനെയുള്ളവരുടെ മതവുമായി ബന്ധമില്ലാത്ത ആളാണ് ഞാൻ.
മറിച്ച് വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിം, എന്റെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ പിതാക്കളുടെ മാർഗമാണ് ഞാൻ പിന്തുടരുന്നത്. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, അള്ളാഹുവിനെ കൊണ്ട് മറ്റേതെങ്കിലും വസ്തുക്കളെ പങ്കു ചേർക്കുക എന്നത് ഞങ്ങൾക്ക് പറ്റിയതല്ല. ദാലിക മിൻ ഫളില്ലാഹി അലൈനാ വഅലന്നാസ്, ഇത് അഥവാ അള്ളാഹുവിന്റെ ഏകത്വം വിശ്വസിക്കുക, സമ്മതിക്കുക എന്നത് ഞങ്ങൾക്കും ജനങ്ങൾക്കും അള്ളാഹു തആല നൽകിയിട്ടുള്ള ഔദാര്യത്തിൽപ്പെട്ടതാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, പക്ഷേ അധിക മനുഷ്യരും നന്ദിയുള്ളവരാവുന്നില്ല. യാ സാഹിബൈ സിജ്നി, ജയിലിലുള്ള എന്റെ രണ്ട് കൂട്ടുകാരെ, അർബാബുൻ മുതഫരിഖൂന ഖൈറുൻ, വ്യത്യസ്തങ്ങളായ നാഥന്മാരാണോ ഉത്തമം, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അതല്ല എല്ലാം അടക്കി ഭരിക്കാൻ ശേഷിയുള്ള ഒരു അല്ലാഹുവാണോ ഉത്തമം എന്ന് നിങ്ങൾ പറയൂ. മാ തഅബുദൂന മിൻ ദൂനിഹി, ആ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നില്ല. ഇല്ല അസ്മാഅൻ സമ്മൈതുമൂഹ അൻതും വആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും പേരുവെച്ച ചില പേരുകളെ അല്ലാതെ, അഥവാ ചില സാധനങ്ങൾക്ക് ദൈവമെന്ന് നിങ്ങൾ പേരുവെച്ച് നിങ്ങൾ അതിനെ ആരാധിക്കുന്നു. എന്നാൽ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അതിനെ ദൈവങ്ങളായി ആരാധിക്കാൻ അള്ളാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാകുന്നു. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരിൽ ഇനി ആരു നിലപാടെടുത്താലും ആ നിലപാട് തെറ്റിപ്പോയിരിക്കുന്നു. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ശരിയായ മാർഗം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ മിക്ക ജനങ്ങളും കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്നില്ല എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. ഈ സൂക്തങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം തുടക്കത്തിൽ തന്നെ അതിന്റെ പ്രാധാന്യം കൊണ്ട് ഞാൻ ഉണർത്തുകയാണ്. എന്താണത്? ഏതു പരിതസ്ഥിതിയിലും ഏതു സാഹചര്യത്തിലും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ അവന്റെ വിശ്വാസം എന്നത് അരക്കിട്ടുറപ്പിക്കുകയും അവന്റെ മനസ്സിൽ ശരിയെന്ന് ബോധ്യപ്പെട്ട ആ വിശ്വാസത്തിന്റെ പ്രചരണം അത് ഏതു പരിതസ്ഥിതിയിലും നിയമം അനുശാസിക്കുന്ന മാർഗത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള സജീവമായ ശ്രമവും ശ്രദ്ധയും വിശ്വാസിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യം അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന തൗഹീദിന്റെ ശരിയായ ആശയം ഉൾക്കൊള്ളാൻ അള്ളാഹു അവന്റെ മനസ്സിനെ പാകപ്പെടുത്തി എന്നതാണ്. എങ്കിൽ ആ ഒരു ശരിയായ വിശ്വാസത്തിന്റെ ശൈലിയിലേക്കും സ്വഭാവത്തിലേക്കും ജനങ്ങളുടെ മൊത്തം ശ്രദ്ധ തിരിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ട പരിശ്രമങ്ങൾ നിരന്തരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അതെവിടെയുണ്ട്, എവിടെയാണെങ്കിലും, ഏതു സ്ഥലത്താണെങ്കിലും, ഏതു പരിതസ്ഥിതിയിലാണെങ്കിലും അതിന്റെ ഫലപ്രദമായ റൂട്ടുകൾ സ്വീകരിക്കണം. ഇവിടെ ഇപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ തടവുകാരായിട്ടുള്ള രണ്ടാളുകൾ വന്ന് ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കുമ്പോൾ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാമെന്ന് അവർക്ക് പ്രോമിസ് കൊടുത്തതിന് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാം വ്യാഖ്യാനം പറയുന്നതിന് മുന്നേ തൗഹീദിന്റെ സന്ദേശം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതാണ് ദഅവത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു സജീവമായ ഇടപെടൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നോക്കൂ, ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് യൂസുഫ് നബി അലൈഹി സ്വലാം ഇപ്പോൾ പറയാൻ പോകുന്ന വാക്കുകൾ ഓരോന്നും കാതോർത്തിരിക്കുകയാണ്. അപ്പൊ ആ കാതോർത്തിരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കേൾക്കാനുള്ള ജിജ്ഞാസയിൽ നിൽക്കുമ്പോൾ ആ ജിജ്ഞാസയിൽ നിൽക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായി അവരുടെ മനസ്സിലേക്ക് ഇത്തരമൊരു സന്ദേശം, അഥവാ ആരാധിക്കപ്പെടാൻ അർഹൻ, എല്ലാം അടക്കി ഭരിക്കാൻ ശക്തനായ അള്ളാഹു മാത്രമാകുന്നു, ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന്റെ അധികാരപരിധിയിൽപ്പെട്ട വസ്തുക്കളാകുന്നു. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ അധികാരപരിധിയിലുള്ള വസ്തുക്കളെ അള്ളാഹുവിനോട് സമമാക്കുകയും പടച്ച തമ്പുരാന്റെ അതേ വിധാനത്തിലേക്കും സ്ഥാനത്തേക്കും അവരെ ഉയർത്തുകയും ചെയ്യുക എന്നത് തീരെ യുക്തിഭദ്രമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാം അടക്കി ഭരിക്കാനും എല്ലാം നിയന്ത്രിക്കാനും ശേഷിയുള്ള ഒരു നാഥനുണ്ടെങ്കിൽ ആ നാഥനെ ആദരിക്കുന്നതാണോ അല്ലെങ്കിൽ ആ നാഥനെ ആരാധിക്കുന്നതാണോ നല്ലത്? അതല്ല,
ഒരേ ശൈലിയും സ്വഭാവവും ശക്തിയും ഒക്കെ ഉള്ള കുറെ ആളുകൾ ആരാധിക്കുന്നതാണോ നല്ലത്? ബുദ്ധിയുള്ളവൻ എന്തായാലും പറയാൻ സാധിക്കും, എല്ലാം അടക്കി ഭരിക്കാൻ ശേഷിയുള്ള ഒരു തമ്പുരാനുണ്ടെങ്കിൽ അതന്നെയാണ് നല്ലത്. കാരണം എന്താ, ഒന്നിലധികം ആളുകൾ ഒരേ അധികാരവും ഒരേ ശൈലിയുള്ളവരുണ്ടാവുമ്പോൾ സ്വാഭാവികമായും അവർക്കിടയിൽ എന്തുണ്ടാകും? പടലപ്പിണക്കങ്ങളുണ്ടാകും. ഒരാൾ പറയുന്നതിന് നേരെ എതിരായിട്ട് മറ്റേയാൾ പറയും. ഒരാൾ നടത്താൻ തീരുമാനിക്കുന്ന ഒരു വിഷയം മറ്റേയാൾ നടത്തണ്ടെന്ന് തീരുമാനിക്കും. സ്വാഭാവികമായും അവരുടെ കീഴിലുള്ള ആളുകളുടെ ജീവിതം വഴിമുട്ടിപ്പോകും. ഇവർ തമ്മിലുള്ള കിടമത്സരത്തിനിടക്ക് അത്തരത്തിലുള്ളൊരു ദുരന്തം അരങ്ങേറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം അടക്കി ഭരിക്കാൻ ശേഷിയുള്ള ഒരു നാഥനുണ്ടെങ്കിൽ അതന്നെയാണല്ലോ ശരി. എന്നാൽ അതാണ് സംഗതി, അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മറ്റുള്ളവരെല്ലാം. അതുകൊണ്ട് തന്നെ അവന്റെ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോവുക, അവനെ മാത്രം ദൈവമായി അംഗീകരിക്കുക, ഇതാണ് ശരിയായ റൂട്ട് എന്ന തൗഹീദിന്റെ സന്ദേശം ഈ നിർണായകമായ ഘട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു വന്ന ആളുകളുടെ മനസ്സിലേക്ക് ആദ്യമേ യൂസുഫ് നബി അലൈഹിസ്സലാം ഇട്ടുകൊടുക്കുകയാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, പ്രിയമുള്ളവരെ, അപ്പൊ കഴിഞ്ഞ സൂക്തങ്ങളിലൂടെ നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കറിയാം, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സഹോദരങ്ങൾ കൊല്ലാക്കൊല ചെയ്യുകയും അവസാനം യാത്രാസംഘം അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് എടുക്കുകയും മിസ്രിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയും ചെയ്തു. അങ്ങനെ അസീസ് എന്ന് പറയുന്ന മന്ത്രിയുടെ വീട്ടിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സ്വസ്ഥമായ താമസം ലഭിക്കുകയും സന്തോഷകരമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ആ വീട്ടുകാരിയായ സുലൈഖ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് മോശമായ സമീപനം സ്വീകരിക്കുകയും അതിന് വഴങ്ങാത്തതിന്റെ പേരിൽ ജയിലിലടക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. മിസ്രിലെ സ്ത്രീകൾ സുലൈഖ ബീവിയെ അതിന്റെ പേരിൽ ആക്ഷേപിച്ചപ്പോൾ ഞാൻ കുറ്റക്കാരിയല്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്നെ നിയന്ത്രിക്കാനാവാത്തത് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞുകൂടാ എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു നിമിഷ നേരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോഴേക്ക് കൈ ചെത്തുന്ന അവസ്ഥയിലേക്ക് അവരെത്തിയതിന്റെ കാരണം സൂചിപ്പിച്ചുകൊണ്ട് സുലൈഖ ബീവി തന്നെ അവരുടേതായിട്ടുള്ള ആ നിസ്സഹായത ബോധ്യപ്പെടുത്തുന്ന സംഭവമുണ്ടായി. എന്തായാലും ആ മന്ത്രിയുടെയും അതേപോലെ തന്നെ അവിടുത്തെ ആഢ്യവർഗത്തിന്റെയും അഭിമാനം സംരക്ഷിക്കാൻ ജോലിക്കാരനായ അല്ലെങ്കിൽ വീട്ടിൽ അടിമയായി വന്ന ആൾ യജമാനത്തിയെ കയറിപ്പിടിച്ചു എന്നൊരു പ്രചരണം നാട്ടിലൂടെ നടന്നിട്ടാണെങ്കിലും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതിരിക്കാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജയിലിൽ അടച്ചു. ഇത്രയുമാണല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞത്. ആ ജയിലിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചൊല്ലുമ്പോൾ തന്റെ കൂടെ തന്നെ 2 യുവാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ദഖല മഅഹു സിജ്ന ഫതയാൻ. യൂസുഫ് നബിന്റെ കൂടെ 2 യുവാക്കൾ ജയിലിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞത് രാജാവിന്റെ തന്നെ റയ്യാൻ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന രാജാവിന്റെ 2 ജോലിക്കാരായിരുന്നു അവർ രണ്ടുപേരും എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. ഒരാള് റൊട്ടി ഉണ്ടാക്കുന്ന ആളും മറ്റേയാൾ രാജാവിന് പാനീയങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന കഹവയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആളുമായിരുന്നു. അങ്ങനെ രാജാവിന്റെ എതിരാളികളായ ആൾക്കാരെന്ത് ചെയ്തു? ഇവരെ 2 പേരെയും വശത്താക്കി ബഹുമാനപ്പെട്ട റയ്യാൻ ഇബ്നുൽ വലീദ് എന്ന രാജാവിനെ കൊല്ലാൻ ഭക്ഷണത്തിൽ വിഷം ചേർക്കാൻ വേണ്ടി ഇവർക്ക് 2 പേർക്കും പണം കൊടുക്കാമെന്ന് ഏൽക്കുകയും അങ്ങനെ ഇവർ 2 പേരും പാനീയത്തിൽ വിഷം ചേർത്തുകൊണ്ട് വെള്ളം കുടിപ്പിക്കുന്നയാളും അതേപോലെ ഭക്ഷണത്തിൽ വിഷം ചേർത്തുകൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്ന ആളും രണ്ടാളും എന്ത് ചെയ്തു? ഈ കൊട്ടേഷൻ ഏറ്റെടുത്തു. പക്ഷേ കൊട്ടേഷൻ ഏറ്റെടുത്തുവെങ്കിലും ഈ വെള്ളം കൊടുക്കുന്ന ആള്, കഹവയൊക്കെ കൊടുക്കുന്ന ആള്, അദ്ദേഹത്തിന് പിന്നീട് ഞാൻ ഇത്രയും എനിക്ക് സൗകര്യങ്ങൾ ചെയ്തുന്ന രാജാവിനോട് ഇങ്ങനൊരു ചതി ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം ആ കൊട്ടേഷനിൽ നിന്ന് പിന്മാറി. എനിക്ക് നിങ്ങളെ പൈസ വേണ്ട, ഞാൻ രാജാവിനെ കൊല്ലാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ റൊട്ടി ഉണ്ടാക്കുന്ന ആള് അദ്ദേഹം എന്ത് ചെയ്തു? പണം സ്വീകരിക്കുകയും രാജാവിന്റെ ഭക്ഷണത്തിൽ വിഷം ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഭക്ഷണം മുന്നിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട രാജാവിനോട് ഈ വെള്ളം കുടിപ്പിക്കുന്നയാൾ പറഞ്ഞു, ലാ തഅകുൽ അയ്യുഹൽ മലിക്, രാജാവേ അങ്ങ് ആ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞു. ഫഇന്ന തആമ മസ്മൂമുൻ, ആ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റൊട്ടി ഉണ്ടാക്കുന്ന ആള് പറഞ്ഞു, ലാ തശ്റബ് അയ്യുഹൽ മലിക്, രാജാവേ അയാള് ഒഴിച്ചു തരുന്ന വെള്ളം കുടിക്കരുത്, കാരണം ഫഇന്ന ശറാബ മസ്മൂമുൻ, വെള്ളത്തിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാലൽ മലിക്കുൽ ഇസ്സാഖി,
അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആളോട് രാജാവ് പറഞ്ഞു ഇഷ്റബ് മിന ശറാബ്, ആ പാനീയം നീ കുടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ അദ്ദേഹം കുടിച്ചു, കാരണം അതിൽ വിഷം ചേർത്തിട്ടില്ലല്ലോ. അദ്ദേഹം ധൈര്യമായിട്ട് കുടിച്ചു. വക്കാലിൽ ഖബ്ബാസി, റൊട്ടി ഉണ്ടാക്കുന്ന ആളോട് രാജാവ് പറഞ്ഞു കുൽ മിനത്ത ആമി, ഭക്ഷണം നീ കഴിക്കുമെന്ന് പറഞ്ഞു. ഫാബ, അപ്പൊ അവൻ കഴിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം എന്താ, അതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് ആർക്ക് മനസ്സിലായ, ഓൻ ഉറപ്പുണ്ടല്ലോ, അതുകൊണ്ട് കഴിച്ചില്ല. ഫാത്തഅമൻ, അങ്ങനെ രാജാവ് അതിൽ നിന്ന്, ആ ഭക്ഷണത്തിൽ നിന്ന് ഒരല്പം ഒരു മൃഗത്തിന് കൊടുത്തു. ഫഹലക്കത്ത്, ആ മൃഗം ചത്തുപോയി. അപ്പൊ ചത്തുപോയപ്പോ എന്തു ചെയ്തു, അമറ ബിഹബ്സിഹിമ, രണ്ടുപേരെയും ജയിലിലിടാൻ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ഫത്തഫഖ അന്നഹുമാ ദഖലമാ യൂസുഫ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയാണ് ജയിലിലേക്ക് രണ്ടുപേരും വരുന്നത്, ഒന്നിച്ച് ഒരേ സമയത്തായി. ഇവിടെ ഇപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല, കുറ്റത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. വെള്ളം കുടിപ്പിക്കുന്ന ആള് കുറ്റം ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാൻ അയാൾ ആലോചിച്ചു. റൊട്ടി ഉണ്ടാക്കുന്ന ആള് കുറ്റം ചെയ്യുകയും ചെയ്തു, അതേപോലെ തന്നെ അയാള് കടുത്ത തെറ്റ് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ ഒരാള് അപരാധിയാണ് 100%, മറ്റേയാൾ അപരാധത്തെക്കുറിച്ച് ഗൂഢാലോചന നടത്തിയ ആളാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം 100% നിരപരാധിയുമാണ്. അങ്ങനെ 3 പേരും ജയിലിൽ പ്രവേശിച്ചു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിലെത്തിയ ഉടനെ തന്നെ ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശൈലിയും സ്വഭാവമൊക്കെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും നോക്കുക. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നല്ല സ്വഭാവം കാണിക്കുക, എല്ലാവരോടും രോഗികളുണ്ടെങ്കിൽ ആ രോഗികൾക്ക് പരിചരണം കൊടുക്കുക, അവരുടെ കൂട്ടത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ആളുകൾക്ക് മനസ്സിന് ആശ്വാസം പകരുന്ന സന്തോഷങ്ങളും ഒക്കെ കൈമാറുക. അങ്ങനെ ആളുകൾക്ക് ഒരു ആശ്വാസം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിലുള്ള എല്ലാ തടവുകാർക്കും പ്രിയപ്പെട്ട ആളായി യൂസുഫ് നബി അലൈഹി ഇസ്ലാം മാറി. അതോടൊപ്പം തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ചില പ്രത്യേക സിദ്ധികളുണ്ട് എന്നുകൂടി അവർക്ക് മനസ്സിലായി. ആ സിദ്ധികളിൽ പെട്ടതാണ് എന്ത്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാനുള്ള കഴിവ്. അപ്പൊ അതാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് തീരുമാനമെടുത്തു. യഥാർത്ഥത്തിൽ സ്വപ്നം കണ്ടതാണോ അതല്ല സ്വപ്നം കണ്ടതായി അവർ അഭിനയിച്ചതാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ 2 വീക്ഷണമുണ്ട്. കണ്ടു എന്നതിന് തന്നെയാണ് കൂടുതൽ സാധ്യത. ഏതായാലും ഖാലാഹദുഹുമ, അതാണ് രണ്ടിൽ ഒരാൾ പറഞ്ഞു ഇന്നി അറാനി അസിറു ഖംറ, രാജാവ് യൂസുഫ് നബിയെ ഞാൻ വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതായിട്ട് കണ്ടു, സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. മറ്റേയാൾ പറഞ്ഞു വഖാലൽ-ആഖറു, മറ്റേയാൾ പറഞ്ഞു ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സ, എന്റെ തലയിൽ ഇങ്ങനെ ഞാൻ റൊട്ടി ചുമന്നു നടക്കുന്നു, തഅകുലു തൈറു മിൻഹു, അതിൽ നിന്ന് പക്ഷി വന്ന് കുത്തുന്നു, അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നബ്ബിയനാ ബിതഅ്വീലിഹി, ഇതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരണം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, തീർച്ചയായിട്ടും നിങ്ങൾ സൽപ്രവർത്തനം നടത്തുന്നവരുടെ കൂട്ടത്തിലായിട്ടാണ് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഒരു അറിവ് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതും ആ ഗുണത്തിൽപ്പെട്ടത് തന്നെയാണല്ലോ എന്നർത്ഥം. അപ്പൊ കാല യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ലാ യഅ്തീകുമാ തആമുൻ തുർസഖാനിഹി, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണം നിങ്ങൾക്ക് വരികയില്ല, ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലിഹി, അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ ഖബല യഅ്തീകുമാ, അത് വരുന്നതിന് മുമ്പ്. ഇവിടെ ഈ ഭക്ഷണം വരുന്നതിന് മുമ്പ് എന്തൊക്കെ ഫുഡാണ് നിങ്ങൾക്ക് ഇന്ന് വരാൻ പോണത് എന്ന് പറഞ്ഞു തരുമെന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം നിങ്ങൾക്ക് സാധാരണ ജയിലിൽ അനുവദിക്കപ്പെട്ട ഭക്ഷണം നിങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പേ ഈ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരുമെന്നാണ്. രണ്ടാണെങ്കിലും സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാമെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രോമിസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നാലിക്കുമാ മിമ്മ അല്ലമനി റബ്ബി, ഇത് എനിക്കെന്റെ നാഥൻ പഠിപ്പിച്ചിട്ടുള്ള പ്രത്യേക അറിവിൽപ്പെട്ടതാണ്. അതായത് ഇന്നെന്തൊക്കെയാണ് ഭക്ഷണം എന്ന് അപ്പുറത്ത് പോയി അന്വേഷിച്ചു വരാതെ കൊണ്ടുവരുന്ന ഭക്ഷണം എന്താണെന്ന് പറയുക. അതേപോലെ ഒരാൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് എക്സാക്ട് റിസൾട്ട് പറയുക. അത് അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്ന പ്രത്യേക വിജ്ഞാനത്തിൽപ്പെട്ടതാണ്. ആ വിജ്ഞാനം എനിക്ക് കിട്ടാനുള്ള കാരണം എന്താ, ഇന്നി തറക്തു മില്ലത്ത ഖൗമില്ല യുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തൊരു വിഭാഗത്തിന്റെ മാർഗം ഉപേക്ഷിച്ച ആളാണ് ഞാൻ. ആ മാർഗത്തിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, അവർ പരലോകം നിഷേധിക്കുന്നവരുമാണ്. അങ്ങനത്തെ ഒരു ടീമിന്റെ മാർഗവുമായി അവരുടെ വിശ്വാസവുമായി എനിക്കൊരു ബന്ധമില്ല. മറിച്ച് വത്തബഅ്തു മില്ലത്ത ആബാഇ ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യാഖൂബ്, എന്റെ പിതാക്കളായ ഇബ്രാഹിം ഇസ്ഹാഖ് യാഖൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ മാർഗമാണ് ഞാൻ പിന്തുടർന്നത്. അപ്പൊ സത്യമാർഗം എന്ന് പറയുന്നത് യഥാർത്ഥ സത്യവിശ്വാസികളുടെ പാരമ്പര്യ വിശ്വാസം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അപ്പൊ പാരമ്പര്യത്തെ തള്ളലാണ് ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞു നടക്കുന്ന ചില സുഹൃത്തുക്കൾ അവർ ഈ ആയത്തൊന്ന് മനസ്സിരുത്തി കേൾക്കണം എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പിതാക്കന്മാരുടെ മാർഗമാണ് പിന്തുടരുന്നത് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മാകാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇൻ, അള്ളാഹുവിനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുക എന്നത് ഞങ്ങൾക്ക് പറ്റിയതല്ല. ദാലിക മിൻ ഫളില്ലാഹി അലൈനാ വഅലന്നാസ്,
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ അതേപോലെ ജനങ്ങൾക്കും നൽകിയിട്ടുള്ള ഔദാര്യത്തിൽപ്പെട്ടതാണ്. കാരണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ബാക്കിയുള്ളവരെല്ലാം അവനിൽ നിന്ന് കഴിവ് കിട്ടിയെങ്കിൽ മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ്. അപ്പൊ അവനിൽ നിന്ന് കഴിവ് കിട്ടിയെങ്കിൽ മാത്രം പ്രവർത്തിക്കുന്ന കഴിവുകെട്ടവരെ കൂടി അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൂടാ എന്ന ശരിയായ ബോധം അത് ഞങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു തആല ഇട്ട് തന്നിട്ടുണ്ട്. ജനങ്ങൾക്കും അള്ളാഹു ആ ബോധം കൊടുത്തിട്ടുണ്ടെങ്കിലും വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, പക്ഷെ അധിക ജനങ്ങളും അള്ളാഹുവിന് നന്ദി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബോധത്തിന്റെ സ്പിരിറ്റ് അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുമില്ല എന്നർത്ഥം. എന്നിട്ട് അതൊന്നുകൂടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, യാ സാഹിബ ഇസ്ജിനി, ജയിലിലുള്ള എന്റെ രണ്ട് കൂട്ടുകാരെ, അർബാബു മുത്തഫരിഖൂന ഖൈറുൻ, വ്യത്യസ്തങ്ങളായ നാഥന്മാരാണോ ഉത്തമം, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അതോ എല്ലാം അടക്കി ഭരിക്കാൻ ശേഷിയുള്ള ഒരല്ലാഹുവാണോ ഉത്തമം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ നമ്മൾ ദൈവമായി കാണുന്നതാണോ നല്ലത്, അതല്ല എല്ലാ ശക്തിയുമുള്ള ഒരാളെ ദൈവമായി കാണുന്നതാണോ നല്ലത്? ഉറപ്പായിട്ടും ആ ഒരാളെ കാണുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താ, ഒന്നിലധികം ആളുകൾ തുല്യശക്തികളായിട്ട് രംഗത്ത് വന്നാൽ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുമ്പോൾ സമാധാനാന്തരീക്ഷം തകരുകയും ഓരോരുത്തരും അവരവരുടെ ഈഗോ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയും ചെയ്യും. സ്വസ്ഥതയും സമാധാനവും തകർന്നു പോകും. അതുകൊണ്ട് ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കാനും ഈ രാജ്യത്തിന്റെ സ്മൂത്തായ മുന്നോട്ടുള്ള ഗമനത്തിനും നല്ലത് വേഗനായ എല്ലാത്തിനും കഴിവുള്ള ഒരു ശക്തി ഭരിക്കലാണ്. അത് അള്ളാഹു ആവുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, മാ തഅബുദൂന മിൻ ദൂനിഹി, ആ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ല അസ്മാഅൻ സമ്മൈതുമുഹാ അൻതും വആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും പേരിട്ട് വിളിക്കുന്ന ചില പേരുകളെ അല്ലാതെ. എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കൾക്ക് ദൈവ നിങ്ങൾ ചുമ്മാ പേര് പറഞ്ഞു എന്നല്ലാതെ അതൊന്നും ദൈവമല്ല. എന്തുകൊണ്ട്? മാൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അതിനൊന്നും അള്ളാഹു തആല ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അധികാരം വിധിക്കാനുള്ളത് അള്ളാഹുവിന് മാത്രമാകുന്നു. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, വിധിക്കാൻ അധികാരമുള്ള അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ മതം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ അധിക ജനങ്ങളും ഈ യാഥാർത്ഥ്യം അറിയുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പോൾ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനെ മാത്രം ഇലാഹായി ആരാധ്യനായി കാണണം. മറ്റുള്ളവരൊന്നും ആരാധിക്കപ്പെടാൻ അർഹരല്ല, മറിച്ച് അള്ളാഹു ആകുന്ന യജമാനന്റെ കീഴിലുള്ള അടിമകൾ മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം. അതിന് വിരുദ്ധമായ ശൈലിയും സ്വഭാവവും എല്ലാം ഓരോരുത്തർ സ്വയമേവ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെയോ ഊഹാപോഹങ്ങൾ മാത്രമാണ്. അതിനൊന്നും രേഖയും തെളിവുമില്ല. എല്ലാം അടക്കി ഭരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്ന യജമാനൻ, അവനെ മാത്രമാണ് നമ്മൾ ആരാധ്യനായി കാണേണ്ടത്. അവിടെയാണ് ശരിയും സത്യവും നീതിയും ന്യായവും നന്മയും ഒക്കെ ഉള്ളത് എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം സ്ഥാപിക്കുന്നു. അള്ളാഹു നമ്മളെയും ആ തൗഹീദിന്റെ വക്താക്കളിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.